പ്രിയപ്പെട്ടവരെ, ദൈവം പലതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ചിലതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ദൈവം അനുവദിച്ച്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അകത്ത് ചോദ്യങ്ങൾ ഉയരാം. പക്ഷെ കൃപ പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതെല്ലാം ദൈവം അനുവദിക്കുന്നതിൻ്റെ പിൻപിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് നിശ്ചയമായും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കരമുയർത്തി പിടിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറ. ദൈവം ചെയ്യുന്ന, ദൈവം അനുവദിക്കുന്ന എല്ലാറ്റിൻ്റെ പിന്നിലും തിന്മയ്ക്കല്ല നന്മയ്ക്കായി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് തിന്മയ്ക്കായുള്ള ദൈവ പദ്ധതിയല്ല, നന്മയ്ക്കായുള്ള ദൈവിക വഴികളായിരുന്നു എന്ന് അപ്പോൾ പെട്ടെന്ന് ബോധ്യമാകണമെന്നില്ല. പക്ഷേ അല്പം മുൻപോട്ട് പോയി പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ പിന്നീടാണ് മനസ്സിലാകുന്നത്, ദൈവം അന്ന് അത് അനുവദിച്ചത് ഇന്നതിനു വേണ്ടിയായിരുന്നല്ലോ എന്ന്. പെട്ടെന്ന് ചില കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടില്ല എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടരുത്. അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അല്പസമയം കഴിയട്ടെ, പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ പിടികിട്ടും, അതൊക്കെ ഇന്നതിനു വേണ്ടിയായിരുന്നു ദൈവം ചെയ്തതെന്ന്. അതരം തുറന്ന് എന്നോട് ചേർന്ന് അറിഞ്ഞു ദൈവത്തിന് സ്തോത്രം പറയാൻ ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സുണ്ട്? വേദപുസ്തകത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഭക്തന്മാരുടെ അനുഭവങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരാം. ഒന്നാമത്തേത്, ചിലപ്പോൾ ആരോടും പറയാൻ കഴിയാത്ത ചില സ്വകാര്യ വ്യഥകളിലൂടെ നമ്മൾ കടന്നു പോകാൻ ദൈവം അനുവദിച്ചെന്ന് വരാം. ആമേൻ പറയാമോ? അല്പം ടെൻഷനായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ അതിൻ്റെ പിൻപിലും ദൈവത്തിനൊരു പദ്ധതി നിശ്ചയമായും ഉണ്ട്. തെളിയിക്കാം. ഉൽപ്പത്തി പുസ്തകം ഞാൻ വായിക്കേണ്ട, നമുക്ക് സുപരിചിതരായ ഭക്തരായ കാര്യമാകുമ്പോൾ അധികം വായിക്കേണ്ടി വരില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന ഇടത്ത്, ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത് അവനെ ഹോമയാഗം കഴിക്കണം. എല്ലാവരും എൻ്റെ മുഖത്തോട് നോക്കി ഒന്ന് പറയാനാ, മനസ്സിലാക്കി തരാനാ. ദൈവത്തിനറിയണം, എന്തോ അറിയണം, അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുമോ എന്നറിയണം. അതും മാത്രം അറിയാനുള്ള ഒരു പരീക്ഷയായിരുന്നു അതെങ്കിൽ എവിടെങ്കിലും അവനെ അങ്ങ് യാഗം കഴിക്കാൻ പറഞ്ഞാൽ പോരെ? നിങ്ങളുടെ സ്തോത്രം പറഞ്ഞ് എന്നോട് വരുന്നില്ല. ദൈവത്തിന് അറിയണം, എന്തോ അറിയണം, അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കുമോ എന്നറിയണം. അങ്ങനെ മാത്രം അറിയാനുള്ളൊരു പരീക്ഷയായിരുന്നു അതെങ്കിൽ എവിടെങ്കിലും അങ്ങ് യാഗം കഴിക്കാൻ പറഞ്ഞാൽ പോരെ? അബ്രഹാമിന്റെ വീട് മുതൽ മോറിയ വരെ 3 ദിവസത്തെ വഴിദൂരം. 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്ത് നിനക്ക് ബോധിച്ചിടത്തല്ല, ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത് അവനെ ഹോമയാഗം കഴിക്കണമെന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ മകൻ്റെ മരണമല്ല ദൈവത്തിൻ്റെ വിഷയം. അബ്രഹാമിൻ്റെ സ്വപ്നത്തിൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ലാത്ത എന്തോ ചില ദൈവപ്രവൃത്തിക്കായുള്ള ദൈവത്തിൻ്റെ കളമൊരുക്കലാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത്തെ പകൽ ദൈവവചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധികളുടെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത ചില ദൈവിക പദ്ധതികൾ അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വാസത്താൽ തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ശിക്ഷയേക്കാൾ ഭയങ്കരമാണ് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. നമുക്കൊരു അനർത്ഥം വരാൻ പോകുന്നു, അപകടം വരാൻ പോകുന്നു, ദുരന്തം സംഭവിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ കയ്യും കെട്ടി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നവരാരാ ഉള്ള? ആരുമില്ല. നമ്മുടെ പണം കൊണ്ടും നമ്മുടെ സ്വാധീനം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ നമ്മൾ ചെയ്യും. കാരണം ശിക്ഷയേക്കാൾ ഭയങ്കരമാണ് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടും. കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ, ഇവർക്കത് മനസ്സിലാവണമെന്നില്ല, പക്ഷെ നമ്മൾ അനുഭവിച്ചവരായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് പിടികിട്ടും. ഒരു 4ാം ക്ലാസ് നിങ്ങളൊന്ന് സങ്കല്പിച്ചേ. ആ 4ാം ക്ലാസ്സിൻ്റെ ബി ഡിവിഷൻ 40 കുട്ടികളുണ്ട്. കണക്കിൻ്റെ സാറ് ക്ലാസ് റൂമിലേക്ക് കയറി വന്നു. കുഞ്ഞുങ്ങളെല്ലാവരും ചാടി എഴുന്നേറ്റു, കൈ കൂപ്പി ഭയഭക്തി ബഹുമാന ആദരവോടെ ഗുഡ് മോർണിംഗ് സാർ പറഞ്ഞു. കുഞ്ഞുങ്ങളെ നോക്കി സാറ് പറഞ്ഞു പ്ലീസ് സിറ്റ് ഡൗൺ പറഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാവരും ഇരുന്നു. ഇരുന്ന ശേഷം കുട്ടികളെ നോക്കി സാറ് ചിരിച്ചു. പക്ഷേ സ്റ്റുഡൻസ് ആരും തിരിച്ച് സാറിനെ നോക്കി ചിരിച്ചില്ല. കാരണം അടുത്തത് എന്താ നടക്കാൻ പോകുന്നെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. സാറ് ക്ലാസ് റൂമിലൂടെ 1-2 പ്രാവശ്യം വലം വെച്ച് നടന്നു. നടപ്പൊക്കെ കഴിഞ്ഞ് 1-ാമൻ്റെ അടുക്കൽ വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് അവൻ എഴുന്നേറ്റ് നിന്നു. സാർ അവനോട് ചോദ്യം ചോദിച്ചു. അവൻ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒരക്ഷരം വേണ്ടിയില്ല. 40 പേരോടും ചോദ്യം ചോദിച്ചു. ഏതാണ്ടൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഉത്തരമായിരുന്നില്ല. കോപക്രാന്തനായ അധ്യാപകൻ മേശപ്പുറത്തുനിന്ന് ചൂരലെടുത്തു. 1-ാമൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കൈ നീട്ടാൻ പറഞ്ഞു. നമ്മളിൽ പലരും കൈ നീട്ടി നിന്നിട്ടുള്ളത് പോലെ കണ്ണടച്ച് കഴുത്തും തിരിച്ച് അവൻ ദയനീയമായി കൈയും നീട്ടി സാറിൻ്റെ മുമ്പിൽ നിന്നു. സാറിൻ്റെ കയ്യിലിരുന്ന ചൂരൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. 2 അടി അവൻ്റെ കൈവെള്ളയിൽ വന്നു വീണു. കൈവെള്ളയിൽ വന്ന് അടി വീണതും അവൻ വേദന കൊണ്ട് കൈതിരുമ്മി. അവൻ വേദന കൊണ്ട് കൈ തിരുമ്മുമ്പോൾ ബാക്കി 39 പേരും കൂട്ടത്തിൽ കൈ തിരുമുകയാണ്. അവർക്കിട്ട് ആർക്കിട്ടും കിട്ടിയിട്ട് തിരുമുന്നതല്ല, കിട്ടാൻ പോകുന്നത് കൊണ്ട് തിരുമുന്നതാണ്. 2-ാമനെ അടിച്ച് 3-ാമനെ അടിച്ച് 4-ാമനെ അടിച്ച് അടി 39-ാമത്തവൻ്റെ അടുക്കൽ വന്നു നിന്നു. നിങ്ങൾ അവനെ ഒന്ന് കണ്ടേ, പാവം കണ്ണടച്ച് കഴുത്തും തിരിച്ച് കയ്യും നീട്ടി വിയർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ മനസ്സിൽ പറയുന്നൊരു പദമുണ്ട്, സാറിന് തല്ലിയ പരിചയം, എനിക്കോ കൊണ്ടുകൊണ്ടാ ശീലം. സാറേ പതിയെ തല്ലണേ, അടിയെങ്ങാനും മുറുകിപ്പോയ കൈവെള്ള പൊട്ടാൻ സാധ്യതയുണ്ട്. ആ പരുവത്തിൽ ഞാൻ കൈ തിരുമ്മി നിൽക്കുകയാണ്. ഈ 39-ാമത്തവൻ കണ്ണടച്ച് കഴുത്തം തിരിച്ച് കയ്യും നീട്ടി വിയർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ 40-ാമത്തവൻ അടുത്തത് എനിക്കിട്ടാണല്ലോ എന്നോർത്ത് കയ്യും തിരുമ്മി നിൽക്കുകയാണ്. 40-ാമത്തവൻ കയ്യും തിരുമ്മി നിൽക്കുമ്പോൾ 39-ാമത്തവൻ കയ്യും നീട്ടി നിൽക്കുമ്പോൾ 1-ാമനും 2-ാമനും അടി നേരത്തെ കിട്ടിയതിനാലും അടിയുടെ വേദന പോയതിനാലും സാറ് പിറകിലാകയാലും അവന്മാർ പേപ്പർ കീറി ബോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ തിരിച്ച് അടി 40-ാമത്തവനെ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ 1-ാമൻ കയ്യും തിരുമ്മി നിന്നേനെ, 2-ാമൻ കയ്യും നീട്ടി നിന്നേനെ, 39-ാമത്തവനും 40-ാമത്തവനും ഈ പണി കാണിച്ചേനെ. ഞാൻ പറഞ്ഞത് ശിക്ഷയേക്കാൾ ഭയങ്കരമാണ് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. ഈ പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ അബ്രഹാമിൻ്റെ 3 ദിവസത്തെ യാത്രയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ. എല്ലാവരും നല്ല ആമേൻ എന്ന് പറഞ്ഞു. അബ്രഹാം വീട്ടിൽ നിന്ന് യാത്ര പോവുകയാണ്. പിന്നീട് ഞാനത് വ്യക്തമാക്കാം. സത്യം പറഞ്ഞാൽ സാറായോട് പോലും എവിടെ പോകുന്നെന്നോ എന്തിനു പോകുന്നെന്നോ പറയാൻ പറ്റില്ല. കൂടെ നടക്കുന്ന ദാസന്മാരോടും പറയാൻ കഴിയില്ല എവിടെ പോകുന്നു എന്തിനു പോകുന്നു. മോറിയാം മലയുടെ കയറ്റം അപ്പനും മകനും കൂടെ ഒരുമിച്ച് കയറുമ്പം മകൻ ചോദിക്കുന്നൊരു ചോദ്യം, അപ്പാ തീയുണ്ട്, ഒരു നല്ല ആമ്യം പറഞ്ഞു വിറകുണ്ട്, പക്ഷെ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അതിനപ്പൻ പറയുന്ന മറുപടി, മകനെ, യഹോവ തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ഞാൻ ഒരു ചിന്ത പറയുമ്പോൾ നിങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെടാൻ അല്പപ്രയാസം തോന്നും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഒരു വിശ്വാസത്തിൻ്റെ പദമാണെന്നാണ്. അതങ്ങനെ തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുവശം കൂടെ നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ പറയുകയാണ്. അതൊരു വിശ്വാസത്തിൻ്റെ പദമായിരിക്കുമ്പോൾ തന്നെ ആ സാഹചര്യത്തിൽ നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. സത്യത്തിൽ
ഇതപ്പൻ മകനോട് പറയുന്നൊരു പരിഹാരമാർഗം കൂടാണ്. മകനെ, നീയാണ് ആ യാഗവസ്തു എന്ന് അപ്പന് മകനോട് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ പറയുമ്പോൾ ഇസ്ഹാക്കിൻ്റെ തോളേൽ ഓൾറെഡി ഭാരം ഇരിപ്പുണ്ട്. ഒരു നല്ല ആമേനൊന്ന് പറഞ്ഞ്. കാരണം വിറക് ആരുടെ ചുമലില, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല, വിറക് ആരുടെ ചുമലിലാണ് ഇരിക്കുന്നത്? ഇസ്ഹാക്കിൻ്റെ ചുമലിലാണ് ഇരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ മലയുടെ കയറ്റം കയറുമ്പം നീയാണ് യാഗവസ്തു എന്നും കൂടെ പറയുമ്പോൾ മകൻ വിഷമിക്കാതിരിക്കാൻ പിതൃഹൃദയത്തിൽ നിന്ന് അബ്രഹാം പറയുന്ന പരിഹാര മാർഗം കൂടാണ് മകനെ യഹോവ കരുതിക്കൊള്ളുമെന്ന പദം. പ്രിയപ്പെട്ടവരെ, സാറായോടത് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 3 ദിവസം കൂടെയുള്ള ബാല്യക്കാരോടത് പറയാൻ പറ്റില്ല. കൂടെ ഒട്ടി ഉരുമി നടക്കുന്ന ഇസ്ഹാക്കിനോടും പറയാൻ കഴിയില്ല. ലോകം നോക്കുമ്പോൾ അബ്രഹാം എന്തൊരു ഭാഗ്യവാനാ അല്ലേ? ഇട്ടുമൂടാൻ സ്വത്ത്, നമ്മുടെ ഭാഷയിൽ പറയുകയാണ്, ധനാട്യനാണ്. സ്നേഹിക്കുന്ന ഭാര്യ, അനുസരിക്കുന്ന മകൻ, ദാസന്മാര്, 318 അഭ്യാസികൾ. എന്തോ കുഴപ്പം? ജീവിക്കുകയാണെങ്കിൽ, മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോലെ ജീവിക്കണമെന്നാണ് പുറമേ ഉള്ളവർ നോക്കിയിട്ട് പറയുന്നത്. പക്ഷേ ലോകത്തിൽ ആരോടും പറയാൻ കഴിയാത്ത, ജീവിത പങ്കാളിയോടോ കൂടെ നടക്കുന്ന മകനോടോ ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാരോടോ പോലും പറയാൻ കഴിയാത്ത, ഹൃദയം തുറന്ന് ആ ദുഃഖം പങ്കുവയ്ക്കാൻ കഴിയാത്ത, ആ വേദന പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു സ്വകാര്യ ദുഃഖം അബ്രഹാമിൻ്റെ അകത്തുണ്ട്. അതറിയാവുന്നത് സർവശക്തനും മാത്രമാണ്. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പുറമെയുള്ള സംവിധാനങ്ങളെല്ലാം മറ്റുള്ളവർ കണ്ടിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന സ്വകാര്യ വ്യതകൾ തിരിച്ചറിയണമെന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് ദൈവാലോചന വിളിച്ചു പറയുന്നു. സർവശക്തന്റെ സ്വകാര്യ വ്യത അറിയുക മാത്രമല്ല, നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില സ്വകാര്യ വ്യതകൾക്ക് പരിഹാരം വരുത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ കരമടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി എന്നോട് സംസാരിക്കുന്നു. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത നിങ്ങളുടെ ചില സ്വകാര്യ വ്യഥകളുടെ നടുവിൽ സർവശക്തന്റെ കരം ചലിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായി ചിലരോട് സംസാരിക്കുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 വചനത്തിന്റെ ദൂതുകൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ആരും നമ്മുടെ ഭാരങ്ങൾ തിരിച്ചറിയണമെന്നില്ല. ഒരാമേനൊന്ന് പറയാവോ? വചനത്തിന്റെ ഒരു ദൂത് ദൈവാത്മാവ് എനിക്ക് തരികയാണ്. എലീശ ശൂനേമിലൂടെ പോകേണ്ടി വന്നല്ലോ. അവിടെ ധനികയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവളെ നിർബന്ധിച്ച് എലീശായെ വീട്ടിൽ കയറ്റി ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, കൂടെ നമ്മുടെ വഴിയായി പോകുന്ന ദൈവപുരുഷനുണ്ടല്ലോ, അദ്ദേഹം ഒരു വിശുദ്ധനായ ദൈവമനുഷ്യനാണ്, അദ്ദേഹത്തിന് നമുക്ക് വീട്ടിൽ പാർക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി കൊടുക്കണം. വീടിനോട് ചേർന്ന ഒരു പ്രത്യേക മുറി, അതിൻ്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും. അങ്ങനെ എലീശായും ഗേഹസിയും ഒരു ദിവസം ആ വീട്ടിൽ പാർക്കും അളവിൽ എലീശ ഗേഹസിയോട് ചോദിച്ചു, ഇത്ര കാര്യമായിട്ട് ഇവള് നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് ആതിഥ്യമര്യാദ നൽകി തരികയൊക്കെ ചെയ്തു, നമ്മളിൽ നിന്ന് വല്ല പ്രത്യുപകാരവും അവൾക്കുണ്ടാകണ്ടേ? ഒരാമേനെന്ന് പറഞ്ഞു. അവളെ വിളിക്കാൻ പറഞ്ഞു. അവൾ വന്നു. അപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ രാജാവിനോടോ സൈന്യാധിപനോടോ നിന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ മുഖാന്തരം, എൻ്റെ ശുപാർശ മുഖാന്തരം നിനക്ക് വല്ല ഉപകാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ടോ? അവൾ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും, കാരണം ഞാൻ എൻ്റെ സ്വജനത്തിൻ്റെ മധ്യേ പാർക്കുന്നു, എല്ലാ സാഹചര്യങ്ങളും അവൾക്ക് അനുകൂലമാണ്. പക്ഷെ എന്നെ ത്രസിപ്പിച്ചൊരു ചിന്ത അവിടെ ഉണ്ട്. ഗേഹസി എലീശായോട് പറയാണ്, അവൾക്ക് കുഞ്ഞില്ലല്ലോ. അപ്പം എന്നെ ദൈവാത്മാവ് പണിതൊരു മേഖലയാണ്. എന്താണെന്നറിയാവൂ? നമ്മളൊക്കെ സത്യത്തിൽ
ഒരു പ്രവാചകനെ, ഒരു ദൈവദാസനെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയോ നന്മ കൊടുക്കുകയോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞേ അല്ലേ, നമുക്കൊരു ഉദ്ദേശം എന്ന് പറഞ്ഞ അവർ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒന്ന് പറഞ്ഞേ, അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്കതുകൊണ്ട് ദൈവം പറഞ്ഞേ നന്മ തരും അല്ലേ, തരും. അതെൻ്റെ അല്ല ഞാനീ പറയുന്നത്. പക്ഷെ ഒരു നല്ല വശം ഞാനൊന്ന് പറയുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു ഉദ്ദേശം. നമ്മൾ ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ പൊന്നു വാസയെ വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം ഇതാണ്. കുടുംബജീവിതം നയിക്കുന്ന ഇത്ര വർഷമായി ഞങ്ങൾക്ക് അല്ലേ. ശ്രീ ഏലീശ അവളോട് ചോദിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇത്രയും നാളായിട്ടും അവൾ ആ കാര്യം ഏലീശായോട് പറഞ്ഞിട്ടില്ല. ആശയം എന്നറിയാവോ? അതിനല്ല അവൾ ഏലീശായെ വീട്ടിൽ കയറ്റിയതും മുറി പണിതു കൊടുത്തതും അതിൻ്റെ അകത്ത് സംവിധാനങ്ങൾ ഒരുക്കിയതും സ്വാർത്ഥതയൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ നേട്ടം എന്ത് എന്നുള്ളതല്ല. ദൈവത്തെ സ്നേഹിച്ചു, ദൈവ മനുഷ്യനെ ബഹുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. നാം എന്തു ചെയ്യുന്നു എന്നതിലല്ല, നമ്മുടെ ഉദ്ദേശ്യം എന്ത് എന്നതിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ മനസ്സുള്ളവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് എന്നെ പണിതൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നോട് കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്താലും എനിക്കതിൽ പ്രസാദമില്ല. പക്ഷെ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ പറ, കർത്താവേ, ശുദ്ധ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിച്ചും അങ്ങയെ ബഹുമാനിച്ചും അങ്ങയെ ആദരിച്ചും അങ്ങേക്കെന്ന വണ്ണം ജീവിക്കാൻ കർത്താവേ പ്രവർത്തിക്കാൻ എനിക്ക് കൃപ തരണമേ, കൃപ തരണമേ. അന്തർഭാഗത്തിലെ സത്യമല്ലോ അംഗീകരിക്കുന്നത്. എല്ലാവരും സ്തോത്രം ചെയ്ത് നിറകണ്ണുകളോട് പറഞ്ഞ്, അന്തർഭാഗത്തിലെ സത്യമല്ലോ അംഗീകരിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ അനുഗ്രഹിപ്പിക്കണമേ. ഇന്ന് പകൽ എന്നെ കർത്താവ് ശുദ്ധീകരിക്കട്ടെ. ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഞാനും ഈ വചനത്തിൽ നിന്ന് പുറത്തല്ല, ഈ വചനത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ, എന്നെ ഒന്ന് പണിയാൻ ഞാൻ എന്നെ തന്നെ വിധേയപ്പെട്ടു കൊടുക്കുന്നു. എത്ര പേരാധരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറയും, കർത്താവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞാനത് പറയാനല്ല വന്നത്, അതിനൊരു അടിസ്ഥാനമായിട്ട് വരാം. എലീശ പറഞ്ഞു, അടുത്ത വർഷം നിനക്ക് അടുത്ത ആണ്ടിൽ ഈ സമയത്തൊരു കൃത്യം ഒരു കുഞ്ഞുണ്ടായി. പക്ഷെ ആ കുഞ്ഞ് എന്നൊരു പ്രതിസന്ധി ഉണ്ടായി. ആ കുഞ്ഞ് മരിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോഴേ അപ്പൻ്റെ കൂടെ വായിലിരിക്കുമ്പോൾ എൻ്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം വേലക്കാരൻ്റെ കൂടെ വീട്ടിൽ പറഞ്ഞു വിട്ടു, കുഞ്ഞ് മരിച്ചു. ഏലീശായുടെ ബെഡിൽ ആ കുഞ്ഞിനെ കിടത്തിയിട്ട് ഈ സഹോദരി ഏലീശായെ തേടി വരികയാണ്. ദൂരവേ നിന്ന് ഏലീശ അവളെ കണ്ടു. ഗേഹസിയോട് പറയുന്നു, ശൂനേമിലെ നമ്മുടെ സഹോദരി വരുന്നുണ്ട്, നീ ഓടിച്ചെന്ന് അവളോട് ചോദിക്കേ, സുഖാണോ? ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. സുഖാണോ? കുഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു. ഗേഹസി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഏലീശായുടെ അടുക്കൽ ചെന്ന് അവളെ കാലിലോട്ട് വീണ് കണ്ണുനീര് വാരി എറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, കരയുകയാണ്. ഗേഹസി അവളെ പിടിച്ചു മാറ്റാൻ ചെന്നു. അപ്പോൾ ഏലീശ പറയുന്നൊരു പദം എന്നെ ത്രസിപ്പിച്ചിട്ടുണ്ട്, അവളെ വിട്. അവൾക്ക് വലിയ മനോവസനമുണ്ട്. ആ കാര്യം യഹോവ എനിക്ക് മറച്ചു വെച്ചിരിക്കുന്നു. ആരാം രാജാവ് അവൻ്റെ ശയനഗ്രഹത്തിൽ
ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനാമുറിയിൽ വെളിപ്പെട്ട് ഇസ്രായേൽ രാജാവിനോട് ദൂത് പറയുന്ന ഉന്നത പ്രവാചകനായ ഏലീശായ്ക്ക് പോലും അവളുടെ മാനസിക വ്യത ദൈവം മറച്ചു വെച്ചു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ആരോടും തുറന്നു പറയാൻ കഴിയാത്ത, ചിലരെങ്കിലും ആർക്കും വെളിപ്പെടാത്ത, അല്ലേ കർത്താവേ, ആ ദൈവദാസൻ വന്നിട്ട് ഒരു ദൂത് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നോട് സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ട് ഒരു വാക്ക് പോലും എന്നോട് ഇടപെട്ടില്ലല്ലോ. ഒരു സ്തോത്രം എന്ന് പറയാം. ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? എന്നെക്കാൾ എത്രയോ പ്രശ്നം കുറവുള്ളവരുടെ അടുക്കൽ ചെന്ന് ആ ദൈവദാസൻ സംസാരിച്ചു. രാമേൻ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിതുപോലെ നീറിപ്പുകഞ്ഞ് ഒരു വാഗ്ദത്തം എനിക്ക് കിട്ടിയില്ലല്ലോ. രാമേൻ എന്ന് പറഞ്ഞു. ഞാനീ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് ചില ദൂത് ഞാനങ്ങ് പറയാണ്. അവരെ കുറ്റം പറയരുത്. ആ വന്നയാൾ മോശമായിട്ടല്ല. ഒരാമേനൊന്ന് പറ. ദൈവം ആ കാര്യം മറച്ചു വെച്ചു. ദൈവം അത് വെളിപ്പെടുത്തിയില്ല. ഒരു നല്ല ആമേനെന്ന് പറ. ആ വെളിപ്പെടുത്താതിരിക്കുന്നതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അതിൻ്റെ അർത്ഥം ഞാൻ പറയുകയാണ്. അവർക്ക് കൃപയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടല്ല. ചിലപ്പോൾ ആർക്കും വെളിപ്പെടാത്ത, ആർക്കും മനസ്സിലാകാത്ത ചില സ്വകാര്യ വ്യതകളിലൂടെ നമ്മൾ കടന്നു പോകാൻ ദൈവം അനുവദിച്ചെന്ന് വരാം. പരിശുദ്ധാത്മാവ് പറയുന്നെന്നാൽ അതിന്റെ പിൻപിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കാനാവിലെ കല്യാണ വീട്, അല്ലേ, പുറമേ മോടിയുള്ളത്. ധാരാളം പേര് ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. വരുന്നവരെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ധാരാളം പേര് ആ വീട്ടിൽ നിന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. പോകുന്നവരെ നിറചരിയോടെ അവർ യാത്രയാക്കുന്നുണ്ട്. പക്ഷെ വരുന്നവരോടും പോകുന്നവരോടും ആത്മാഭിമാനം നിമിത്തം തുറന്നു പറയാൻ കഴിയാത്തൊരു സ്വകാര്യ വ്യത ആ വീട്ടുകാരുടെ അകത്തുണ്ട്. പക്ഷെ എൻ്റെ പ്രിയ കർത്താവ് വ്യത അറിയുക മാത്രമല്ല, അതിന് പരിഹാരവും വരുത്തിയ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാഭിമാനം നിമിത്തം ആരോടും തുറന്നു പറയാൻ കഴിയാത്ത കർത്താവേ, ഇത് ആരോട് ഞാൻ പറയും എന്ന് ആമ ഷെയർ ചെയ്യാൻ കഴിയാത്ത ദൈവാത്മാവ് അതിശക്തമായി എന്നോട് ഇടപെടുന്ന, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ചില സ്വകാര്യ വ്യതകളിലൂടെ കടന്നു പോകുന്ന വ്യതകളിൽ വീർപ്പുമുട്ടുന്ന ചിലർ ഇന്ന് പകൽ ഇതിൻ്റെ അകത്തിരിക്കും. ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ സ്വകാര്യ വ്യത അറിയുക മാത്രമല്ല, അതിന് പരിഹാരം വരുത്താൻ വിശ്വസ്തനായൊരു ദൈവം ഇന്ന് പകൽ ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ളവരെ കരമടിച്ച് അധരങ്ങൾ തുടർന്ന് അല്പനിമിഷം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവാത്മാവ് അതിശക്തമായി വചനത്താൽ ചിലരെ വിവേചിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ ചിലരെ ധൈര്യപ്പെടുത്തുന്നു. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ഈ പദത്തിന് അടിവരയിട്ടു. ആത്മാഭിമാനം നിമിത്തം ആരോടും തുറന്നു പറയാൻ കഴിയാത്ത നിങ്ങളുടെ ചില സ്വകാര്യ വ്യഥകളിൽ സർവശക്തന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് ഉറപ്പായി ഇന്ന് മകൾ സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അവനും മകനും കൂടെ മോറിയാമലയുടെ കയറ്റം കയറുകയാണ്. അവസാനം മലയുടെ മുകളിലെത്തി. പ്രിയപ്പെട്ടവരെ, മോറിയായിൽ അതിനു മുമ്പ് ഒരു യാഗം നടന്നിട്ടേയില്ല. കർമ്മേലിൽ ഏലിയാവിന് യാഗപീഠം പുതുക്കി പണിയേണ്ടതായിട്ടേ വന്നുള്ളൂ. ഒരാമേനൊന്ന് പറ. പക്ഷേ മോറിയായിൽ യാഗപീഠം പുതുക്കി പണികയല്ല. ഉൽപ്പത്തി 22 വായിക്കുന്നത്, അബ്രഹാം കല്ല് പെറുക്കി യാഗപീഠം പണിതു. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് അവളൊരു യാഗം നടന്നിട്ടില്ല. ഈ അബ്രഹാം കല്ല് പെറുക്കി യാഗപീഠം പണിതുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ധാരണ പറയാം, എൻ്റെ ചിന്ത പറയാം, ഇസ്ഹാക്കിന്റെ കണ്ണു നോക്കുന്നത്
അപ്പം പറഞ്ഞായിരുന്നു ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ കരുതുവെന്ന്. ദൈവം കരുതിയ ആടെവിടെ? അതായിരിക്കാം ഇസഹാക്കിന്റെ കണ്ണ് പരതുന്നത്. പക്ഷേ ഹോമയാഗത്തിൻ്റെ പണി പൂർത്തീകൃതമായപ്പോൾ അബ്രഹാം മകനോട് പറയുന്നു, ഇനി ആ സത്യം മകൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ പറ്റില്ല. നീയാണ് ആ യാഗവസ്തു. നിങ്ങൾ ആ സന്ദർഭം നിങ്ങളുടെ മുൻപിലേക്കൊന്ന് കൊണ്ടുവന്നേ. നീയാണ് ആ യാഗവസ്തു എന്ന് അപ്പൻ മകനോട് വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സത്യത്തിൻ്റെ മുൻപിൽ ഇസഹാക്ക് വിധേയപ്പെട്ടു കൊടുത്തു. വിധേയപ്പെട്ടവൻ്റെ കൈകാലുകൾ കെട്ടി അവനെ യാഗപീഠത്തിൽ കിടത്തി. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ ഞാൻ ചോദിക്കുന്നു, സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് കൊടുത്തിട്ടുണ്ടോ? എത്ര പേർ അധരം തുറന്ന് ദൈവത്തോട് പറയും, കർത്താവേ, എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിടരുതേ, എൻ്റെ താല്പര്യത്തിന് വിട്ടുകൊടുക്കരുതേ. ഒറ്റ ജീവിതമേ എനിക്കുള്ളേ, അതൊരു കൊച്ചു ജീവിതമാണ്. അതെങ്ങനെങ്കിലും ജീവിച്ചു തീരാതെ അങ്ങയുടെ സമ്പൂർണ്ണ ഹിതത്തിന് എന്നെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു എന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ ഒന്ന് വിളിച്ചു പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട് പ്രിയരെ? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. സമ്പൂർണ്ണ ദൈവഹിതത്തിന് ഇന്ന് പകൽ വിധേയപ്പെട്ടു കൊടുക്കുക. നാളുകളായി വെളിപ്പെടുത്തപ്പെട്ട സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുക്കാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുക്കുക. നമ്മെ ഒരത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ മകനെ ഹോമയാഗപീഠത്തിൽ കിടത്തി നിറകണ്ണുകളോടെ, തുടിക്കുന്ന ഹൃദയത്തോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ ആ വന്യവയോധികൻ അന്തരീക്ഷത്തിലേക്ക് കത്തി ഉയർത്തുമ്പോൾ ദൈവശബ്ദം വരുന്നു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ശ്രദ്ധിച്ചു കേട്ടേ. ഇതെന്നാ ഒരു ഡ്രാമയാണോ? ഒരാമേനൊന്ന് പറഞ്ഞു. ഇതെന്നാ ഒരു ഡ്രാമയാണോ? 3 ദിവസം ഒരു മനുഷ്യനെ എരുതിക്കകത്തൂടെ നടത്തിയിട്ട് എന്നാ പിന്നെ വേണ്ടെന്ന് പറയാനാണെങ്കിൽ ഈ തീ തീറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാമേനൊന്ന് പറഞ്ഞ്. ഇങ്ങനെ വേണ്ടെന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്തിനായി വേദന കെടുത്തത്? ഞാനൊരു കാര്യം വിളിച്ചു പറയാം. അത് പറയുമ്പോൾ നിങ്ങൾക്കല്പം വേദന തോന്നും. ദൈവം ആരെയും പൊട്ടുകളിപ്പിക്കുന്നത് ദൈവമല്ല. വെറുതെ വേദന തരികയല്ല, വെറുതെ കണ്ണ് നനയാൻ സമ്മതിക്കുകയല്ല. കണ്ണ് നനയാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ, ശോധന ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അധരം തുറന്നു സ്തോത്രം ചെയ്തു പറ, ഇതിന്റെ പിൻപിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആർത്ത് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് വിശ്വാസത്തോടെ അത് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരുടെ തലയിൽ കൈവച്ചെന്ന വണ്ണം ഈ ദൈവാലോചന കൈമാറുന്നു. ദൈവത്താൽ അനുവദനീയമായ ശോധനകളുടെ പിറകിൽ, വേദനകളുടെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. എന്താ പ്രിയരെ ഇതിന്റെ പിന്നിലെ ദൈവോദ്ദേശം? ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത്, നിനക്ക് തോന്നുന്നിടത്തല്ല. മകനെ ഹോമയാഗം കഴിക്കാൻ പറഞ്ഞ് അവിടെ വന്ന് കൈകാലുകൾ കെട്ടി യാഗപീഠത്തിൽ കിടത്തുമ്പോൾ എന്തിനാ ദൈവം വേണ്ടെന്ന് പറഞ്ഞത്? എന്തിനായി 3 ദിവസം ദൈവം എരുതിയിലൂടെ അബ്രഹാമിനെ നടത്തിയത്? എരുതിയിലൂടെ അബ്രഹാമിനെ ദൈവം നടത്താൻ കാരണം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വരെ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ.
അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. കരമുയർത്തിയൊരു നല്ല ആമേൻ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ശക്തിയോടെ കരമുയർത്തിയൊരു ആമേൻ പറയാം. യെരൂശലേം ദൈവാലയം പണിതത് മോറിയ പർവ്വതത്തിലാണ്. ഇനി വേദപുസ്തകത്തിലേക്ക് ആരും നോക്കാതെ എന്നെ ഒന്ന് നോക്കിയിരുന്നു വ്യക്തമാക്കി തരും. ഈ മോറിയ പർവ്വതത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നു, തിരുവെഴുത്ത് പറയുന്നു, അത് ഓർന്നാന്റെ കളമാണ്. 2, അത് ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലമാണ്. ദാവീദിന്റെ മകനായ ശലോമോനാണ് യെരൂശലേം ദൈവാലയം പണിതത്. യെരൂശലേം ദൈവാലയം പണിതത് മോറിയ പർവ്വതത്തിൽ. അതിന് വിശേഷമായൊരു പേര് ഓർന്നാന്റെ കളം. ഇനി എന്താ ഓർന്നാന്റെ കളമെന്ന് ഓടിച്ചു പറയാം. ദാവീദ് രാജാവായപ്പോൾ 1 ദിനവൃത്താന്തം 21 ഞാൻ പറയുന്നത്, വായിക്കണ്ട. ദാവീദ് രാജാവായപ്പോൾ ദാവീദിനൊരു ആഗ്രഹം, ജനത്തെ ഒന്ന് എണ്ണണം. സൈന്യാധിപൻ യോവാബാണ്. യോവാബിനോട് പറഞ്ഞു, ജനത്തെ എണ്ണാൻ പറഞ്ഞു. രാജാവിനോട് യോവാബ് പറഞ്ഞു, അരുത് രാജാവേ, ജനത്തെ എണ്ണരുത്. പക്ഷെ രാജാവിൻ്റെ കൽപ്പന സൈന്യാധിപൻ അനുസരിക്കേണ്ടി വന്നു. എണ്ണിക്കൊണ്ട് തുക കൊടുത്തു. പക്ഷെ എണ്ണിയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. നല്ല ആമേനെന്ന് പറഞ്ഞേ. എണ്ണിയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ഗാദ് പ്രവാചകനെ ദാവീദിന്റെ അടുക്കൽ വിട്ടിട്ട് പറഞ്ഞു, ജനത്തെ എണ്ണിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 3 ശിക്ഷകൾ ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. ഇതിലേത് വേണമെന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒന്നാമത്തേത് അറിയാവുന്നവരൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, 3 വർഷത്തെ മഹാക്ഷാമം. 2-3 മാസം നിന്റെ ശത്രുക്കൾ നിന്റെ പിറകെ വന്ന് നിന്നെ പീഡിപ്പിക്കും. 3 ദിവസത്തെ മഹാമാരി. ഇതിലേതു വേണം? ദാവീദ് ദൈവത്തോട് പറയുന്നു, ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴല്ലേ, യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. 2 ചിന്തകൾ ഞാൻ അവിടെ പറയാം. ദൈവമേ, 3 മാസം എൻ്റെ ശത്രുക്കൾ എൻ്റെ പിറകെ വന്നെന്നെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴരുത്, യഹോവയുടെ കയ്യിൽ വീഴട്ടെ. 2ാമത്തെ ആശയം ഞാൻ പറയാം. ദൈവമേ, പറ്റിപ്പോയി, കരുതിക്കൂട്ടി ചെയ്തതല്ല ദൈവമേ, അങ്ങനെ സംഭവിച്ചു പോയി, എന്നോട് കരുണ കാണിക്കണേ. മുൻപൊരിക്കൽ എൻ്റെ ജീവിതത്തിൽ അപജയങ്ങൾ സംഭവിച്ചപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ കരുണ കാണിച്ച ദൈവമേ, ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കണമേ. ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, എൻ്റെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മക്ഷവും നീക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. ഈ യോഗത്തിൽ എന്നെ കഴുകണമേ. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണത്തോടെ മടങ്ങിപ്പോകാൻ എനിക്ക് കൃപ തരണം. അധരം തുറന്ന് എന്നോട് ചേർന്ന് അങ്ങനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ദാവീദ് ദൈവത്തോട് പറയുന്നു, ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴല്ലേ, യഹോവയുടെ കയ്യിൽ വീഴട്ടെ. ദൈവം 3 ദിവസത്തെ മഹാമാരി അയച്ചു. 3 ദിവസത്തെ മഹാമാരി അയച്ച് 70,000 പേര് വീണുപോയി. ഒരു നാശക ദൂതൻ യെരൂശലേമിന് നേരെ വാൾ ഊരിപ്പിടിച്ചു നിൽക്കുന്നു. ദൈവം ദാവീദിനോട് പറഞ്ഞ, ദൂതൻ നിൽക്കുന്ന സ്ഥലം നീ വിലയ്ക്ക് വാങ്ങണം. ദൂതനെ തൊട്ടൊരു കല്ലിട്ടാൽ കല്ല് വന്ന് വീഴുക ഓർന്നാന്റെ കളത്തിലാണ്. ഓർന്നാനും തൻ്റെ 4 മക്കളും കൂടെ ദൂതനെ കണ്ടിട്ട് ഒളിച്ചിരിക്കുകയാണ്. ദാവീദ് ആ സ്ഥലം വിലയ്ക്ക് വാങ്ങി. 600 ശേക്കൽ പൊന്നുകൊടുത്ത സ്ഥലം വിലയ്ക്ക് വാങ്ങി. അവിടെ ഹോമയാഗപീഠം പണിതു, ദൈവത്തിന് യാഗമർപ്പിച്ചു. യാഗത്തിൽ പ്രസാദിച്ച ദൈവം നാശക ദൂതനോട് പറഞ്ഞു, നിന്റെ വാൾ ഉറയിലിടുക.
അങ്ങനെ യെരൂശലേമിന് വരേണ്ടിയ ന്യായവിധി മാറിയ സ്ഥലമാണ് ഓർന്നാന്റെ കളം. അത് മാനവജാതിയുടെ മുഴുവൻ ന്യായവിധി മാർത്തിയ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന് നിഴലാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിനോട് ചേർന്ന ആ വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം. യെരൂശലേമിന് വരേണ്ട ന്യായവിധി മാറിയ സ്ഥലമാണ് ഓർന്നാന്റെ കളം. ഞാൻ എൻ്റെ മറുവശം കൂടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. പ്രിയപ്പെട്ടവരെ, എണ്ണുന്നത് തെറ്റാണോ? ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. എണ്ണുന്നത് ഇതുപോലെ ഗുരുതരമായ തെറ്റാണോ? അല്ല. ദൈവം തന്നെ എണ്ണിയതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, സംഖ്യാപുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ വേദപുസ്തകത്തിലുണ്ട്, അല്ലേ? അപ്പൊ ദൈവം എണ്ണിയിട്ടില്ലേ? 2 പ്രാവശ്യം എണ്ണിയിട്ടുണ്ട്. എണ്ണാൻ പറഞ്ഞിട്ടില്ലേ ദൈവം? നിങ്ങൾ എന്നോട് വരുന്നില്ല. സ്തോത്രം പറഞ്ഞത് ദൈവം 2 പ്രാവശ്യം എണ്ണാൻ പറഞ്ഞു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിന്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതി, സംഖ്യ 1 ഞാനീ പറയാം, സീനായി മരുഭൂമിയിൽ വെച്ച് ദൈവം മോശയോടും അഹരോനോടും പറയുന്നു, ഇസ്രായേൽ പുരുഷ പ്രജകളിൽ 20 വയസ്സിന് മുകളിലോട്ടുള്ളവരെ എണ്ണണം. നല്ല ആമേൻ പറഞ്ഞു. എന്തിനാ? അപ്പം എണ്ണിയപ്പോൾ എത്രയുണ്ടായിരുന്നു തുക? സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 32 എൻ്റെ ചിന്ത. എല്ലാവരും ഒന്ന് വന്നേ, സന്തോഷത്തോടെ ഊർജ്ജസ്വലതയോടെ വന്നേ. എണ്ണിയപ്പോൾ എത്രയുണ്ടായിരുന്നെന്നറിയാമോ? 6 ലക്ഷത്തി. ഇസ്രായേൽ മക്കളിൽ ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ. നല്ല ആമേൻ പറഞ്ഞു പറഞ്ഞു. നമ്മൾ പാടാറില്ലേ, 600,000 ആയൊരു കൂട്ടത്തെ, അല്ലേ? 600,000 ആയൊരു കൂട്ടത്തെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. അപ്പൊ എത്രയുണ്ട്? 6,03,550. എന്തിനാ ദൈവം എണ്ണാൻ പറഞ്ഞേ? എണ്ണാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഇതിലൊരാണ്ടരിയെപ്പോലും തരത്തില്ലെന്ന് പറഞ്ഞതാ ഫറവോൻ. ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ അവരെ കൊന്നുകളയണമെന്ന് നിയമം പാസാക്കിയ ഫറവോന്റെ നാട്ടിൽ നിന്ന് 6,03,550 എണ്ണത്തെ കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ട പശുക്കിടാക്കളെ പോലെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കാനാ എന്റെ ദൈവം എണ്ണാൻ പറഞ്ഞത്. അധരം തുറന്ന് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഉൽപ്പത്തി 15 ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, അബ്രഹാമേ, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കും, 400 സംവത്സരം അവരവരെ സേവിക്കും. എന്നാൽ 4-ാം തലമുറ, ഒരു നല്ല ആമയും പറഞ്ഞു പറ, 4-ാം തലമുറ ഇവിടേക്കും മടങ്ങി വരും. തലമുറയെ മടക്കി വരുത്തുമെന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷ്ടപിശാചേ ഫറവോനെ, നീ ആ വംശത്തെ, നീ ആ തലമുറയെ ഇല്ലാതാക്കാൻ നോക്കിയാൽ, തിരുവെഴുത്ത് പറയുന്നവർ പീഡിപ്പിക്കുന്നോറും ജനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കൃപ ലഭിച്ചവർ ആധാരം തുറന്നു സ്തോത്രം ചെയ്തു പറ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ, ദൈവിക നിർണയങ്ങളെ, ദൈവിക പദ്ധതികളെ അട്ടിമറിക്കാൻ ഒരു ദുഷ്ടശക്തികൾക്കും സാധ്യമല്ല, ഒരു ഭരണ സ്വാധീനങ്ങൾക്കും സാധ്യമല്ല, ഒരു മാനുഷിക അജണ്ടകൾക്കും സാധ്യമല്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഈ പകൽ ദൈവിക വാഗ്ദത്തങ്ങളെ തകർക്കാൻ, തലമുറകളുടെ ഭാവിയെ ഉടയ്ക്കാൻ ദുഷ്ടശക്തികൾ തയ്യാറാക്കിയിരിക്കുന്ന അവന്റെ കെണികളെ പൊട്ടിച്ച് ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന പകലായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ചാധരങ്ങൾ തുറന്ന് അല്പനിമിഷ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah.